ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു 3-4 മാസം കൊണ്ട് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഒഫീഷ്യലി രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തി എന്തുകൊണ്ട് ഇത്രയും വലിയ ചർച്ചാ വിഷയമായി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് ആൾക്കാർ ഏറിപ്പോയിട്ടുണ്ട്, തിരിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും കണ്ടിന്യൂ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ രേണു സുധി മാത്രം എന്തുകൊണ്ട് താഴെ ഇറങ്ങുന്നില്ല, ഏറിൽ നിന്നും ഏറിലേക്ക് പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് ചിന്തിച്ചായിരുന്നു. ചിന്തിച്ചപ്പോൾ എനിക്ക് അധികം താമസിക്കാതെ തന്നെ സ്പോട്ടിൽ തന്നെ സ്പോണ്ടാനിയസ് ആയിട്ട് എനിക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. കള്ളങ്ങൾ പറയുകയും നന്ദി കാണിച്ചെടുത്ത് നന്ദികേട് ഉൾപ്പെടെ കാണിച്ചത് കൊണ്ടാണ് ഇവർ ഈ ഏറിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. അവൻ പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരാൾ ഏറിൽ കയറിയ കൂടിപ്പോയ 2 മാസം അല്ലെങ്കിൽ 1 മാസം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഫ്ലോപ്പ് ആവും. പിന്നെ അവരെക്കുറിച്ച് പുറത്തോട്ട് അറിയത്തില്ല. ഇതിപ്പോൾ രേണു സുധി ഇത്രയും നാളായിട്ടും ഇങ്ങനെ തന്നെ ഹൈപ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവനൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോൾ അവന് കുറേ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. നീ ഇരുത്താതെ ഒന്ന് മുക്കി ചിന്തിച്ചെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതുലേ ബിഗ് ബോസിൽ പോകാൻ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത, യാതൊരുവിധ അർഹതയും ഇല്ലാത്ത ഒരാളെ ബിഗ് ബോസിൽ എന്തിനെടുത്തു എന്ന് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആരുവാ? അപ്പം ഈ ലോകത്ത് ഈ ബിഗ് ബോസിൽ പോകാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയും മഹത്തരവും ഉള്ള ഒരുത്തൻ നീയാണോ? നിന്നെ എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസിൽ എടുക്കേണ്ടത്? പോട്ട് ചുമ്മാ നിനക്കൊരു അപേക്ഷ കൊടുക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ നിനക്ക്? ഒരു പെണ്ണിൻ്റെ പാവാട ചരട് അഴിയുവോ? അതോ അത് ഇറുക്കി കെട്ടിയിരിക്കുകയാണോ? അത് അവൾ എവിടെ പോണു? എന്ത് ചെയ്യുന്നു? ഏത് ചെയ്യുന്നു? അവൾ പണ്ട് പാളയെ തൂറിയതും അതും ഇതുമൊക്കെ പൊക്കി എടുത്തുകൊണ്ടെന്ന് റീൽസ് ഇട്ട് നിൻ്റെ വീട്ടിൽ അരിയും വെച്ച് കഞ്ഞി കുടിച്ച് കിടക്കുന്നത് നീ അവിടുത്തെ നന്ദി പറയടാ. നീ അവിടുത്തെ നന്ദി പറയണം. നിനക്ക് സത്യസന്ധമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നീ ഇത് കാണുകയോ കാണാതിരിക്കും, അതെനിക്ക് വിഷയമില്ല. അപ്പം നിൻ്റെ അടുത്ത് പറയണം തോന്നിയത് ഞാൻ പറയും. നിനക്ക് ദൈവത്തിനുള്ള ശിക്ഷ കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. നീ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ ഈ പറയുന്നത് നീ നോട്ട് ചെയ്ത് വെച്ചോ. എടാ, നിനക്ക് നാണം മാനം ഉണ്ടാടാ. പോയി ജോലി ചെയ്ത് ജീവിക്കടാ. ഒരു പെണ്ണിനെ ഇട്ട് ഇങ്ങനെ കീറി മുറിച്ച് ഇങ്ങനെ ജീവിച്ച് തിന്നും കൊഴുക്കാതെ നീ പോയി ജോലി അന്തസ്സായിട്ട് ശരീരമാണെങ്കിൽ ജോലി ചെയ്ത് വീട്ടുകാരെ പോറ്റിടാ. നിനക്ക് എന്ത് യോഗ്യത, നിനക്ക് എന്ത് അർഹതയുണ്ടടാ നീ ഈ രേണുവിനെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട്? നീ ഒന്ന് ഇരുത്തി സ്പോണ്ടേനിയസ് ആയിട്ട് അവന് ഉത്തരം കിട്ടി. നിനക്ക് ഒരു ഉണ്ടയും കിട്ടിയിട്ടില്ല രേണുവിനെ കുറിച്ച്. നീ ഇത്ര നെഗറ്റീവ് അവളെ പറയുന്നല്ലോ. അവൾ എന്തോ ചെയ്തറാ? എടാ, നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റുള്ള പണിക്ക് പോവുക എന്നതാണ് അതിനർത്ഥം. ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഇപ്പം അവിടെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ഭർത്താവ് കടം മേടിച്ചെന്നോ അതിന് 3-ാമത്തെ നിന്നിട്ട് അവരെടുത്ത് ഒരു അവധി പറയുകയോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അവൾ എങ്ങനെ മോശക്കാരിയാവും? നിന്റെ വീട്ടിൽ നീ നിന്റെ അമ്മ എടുത്ത് വെച്ച് നോക്കടാ. ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആര് വരുമ്പോൾ അമ്മ നിന്ന് സമാധാനം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്ക് നീ. ഈ ലോകത്ത് നടക്കാത്ത സംഭവങ്ങളൊന്നും അല്ലത്. നന്ദികേട് കാണിച്ചെന്ന് ഞങ്ങേട് കാഴ്ച ഞാൻ ഈ പറയുന്ന കാണണം. നിനക്ക് ഏതൊക്കെ ചാനലുണ്ടോ അതിലൊക്കെ ഞാൻ ലിങ്ക് അയച്ചു തരാം. നീ ആ വീഡിയോ ഒന്ന് കാണണം. നീ പറയുന്ന ഫിറോസ് കുന്നുംപറമ്പിനാണല്ലോ ദാനം കിട്ടിയ വീടെന്ന്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ല സാധനമായിരിക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സ്വന്തമായി. അത് കഴിഞ്ഞിട്ട് അതിന് ദാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം എന്തുവാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മോളിൽ ഇരിപ്പുണ്ടാ. ഒരു 2 സെന്റ് സ്ഥലമെങ്കിലും അവിടെ അധ്വാനത്തിൽ സ്വന്തമായിട്ട് മേടിച്ച് അവൾ അച്ഛനമ്മയും പോറ്റാനുള്ള ഒരു കഴിവ് ദൈവം അവർക്ക് കൊടുക്കും. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, അപ്പം നീ ഞങ്ങൾക്ക് 100% ക്വാളിറ്റി അവക്കൊണ്ട് ബിഗ് ബോസിൽ പോകാനുള്ളത്. അതേ റീച്ചിന് വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് രേണുവിനെ വിളിച്ചിരിക്കുന്നത്. അതല്ല നിന്നെ വിളിക്കണം. നിന്നെ വിളിച്ചിട്ട് എന്തോ ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിലൊരു റീച്ച് കിട്ടണമല്ലോ. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഉള്ളത് കൊണ്ടും നെഗറ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടുമാണ് രേണു സുധിയെ വിളിച്ചതെങ്കിൽ ഓക്കെ, നിന്നെ അതിന് പോലും കൊള്ളില്ല എന്നാണ് അതിനർത്ഥം. മനസ്സിലാക്കണം. നിന്നെ നെഗറ്റീവ് പറഞ്ഞ പോലെ അതിനകത്ത് കയറ്റാൻ കൊള്ളില്ല എന്നതാണ് അതിനർത്ഥം. എത്രയോ ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് ഞാൻ അതിലുണ്ടല്ലോ, എന്നിട്ട് അതൊന്നും വിളിച്ചില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് രേണുവിനെ വിളിച്ചു എന്നാണ് ചേട്ടൻ്റെ ചോദ്യം. ചേട്ടൻ കരഞ്ഞ് തീർത്തിട്ടും തീരുന്നില്ല അല്ലേ ചേട്ടാ? രേണു സുധി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസിൽ പോയത് അവിടെ കഴിവുകൊണ്ട് തന്നെ. പിന്നെ ഏറി നിർത്താതെ ഇങ്ങനെ കാറ്റി പറത്തിക്കൊണ്ടിരിക്കും നിന്നെ പോലുള്ളവന്മാർ തന്നെ. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങോട്ട് കളഞ്ഞിട്ട് അടുത്ത കാര്യം കിട്ടുമ്പോഴത്തേക്ക് അത് കിട്ടിയില്ലെങ്കിൽ നീയൊക്കെ പട്ടിണി കിടന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചത്തു പോകുമായിരുന്നല്ലോ. രേണു സുധി എന്ന് പറഞ്ഞ ഒരു ആൾ ഈ ഭൂലോകത്തുള്ളത് കൊണ്ട് നിനക്കൊക്കെ ഭയങ്കര റീച്ച് തന്നെ. ഇപ്പോൾ ഒരു ദിവസം അവരെ വീഡിയോ ഇട്ടില്ല, വേറൊരു വീഡിയോ ഇട്ടിട്ട് അത് പോരാ, അങ്ങോട്ട് ഓടുന്നില്ല. അപ്പോൾ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് വരുവാ അവൻ്റെ മറ്റേതും മറിച്ചതും എന്ന് പറഞ്ഞുകൊണ്ട്. രേണു സുധി അംഗീകരിക്കണമെന്ന് അവൾ ആരെടുത്തും പറയുന്നില്ല. പറഞ്ഞല്ലോ, അത് താനേ ചേർന്ന കൂട്ടവാ, അല്ലാതെ ആരെ അവൾ പിടിച്ച് അടുപ്പിക്കുന്നില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് മനസ്സിലാക്കാൻ അത്യാവശ്യം മനുഷ്യത്വം മാത്രം മതി. പിന്നെ ഈ ഫിറോസ് കുന്നുംപറമ്പിൻ്റെ അടുത്ത് നന്ദികേട് കാണിച്ചെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു വീട് ദാനമായിട്ട് കൊടുത്തു. ആ വീട് എന്ന് പറയുന്നത് ലൈഫ് ലോങ്, അതായത് ജീവിത അവസാനം വരെ നമുക്ക് യൂസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു വീടെന്ന് പറയുന്നത്. അപ്പം ഒരു 2 വർഷം ആവുന്നതിന് മുന്നേ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായി,
ചോർച്ചയായാലും വിള്ളലായാലും മതിൽ പൊളിക്കലായാലും ചെയ്തവരുടെ തന്നെ പറയും. ഇത് കോൺട്രാക്ട് കൊടുത്ത് നമ്മളൊരു വീട് ചെയ്യിച്ചാൽ പോലും നമ്മൾ അവരെ വിളിക്കുമല്ലോ, ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതേതാണെന്ന് അവർ പറയണ്ടേ. ഇപ്പൊ പറയാം ഒരു ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റാമെന്ന്. മനസ്സില്ല ഇവർക്ക്. അവർ ജോലി ചെയ്ത് അവർക്ക് കൊടുക്കാൻ ആരുമില്ല. അവൾ ആരുടെ മുന്നിലും കൈ നീട്ടുന്നില്ല. അവൾക്ക് തുച്ഛമായി കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവളെ കൊച്ചുങ്ങളെ വളർത്തും. കൊച്ചുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കൂ. അതൊക്കെയാണ് നിങ്ങൾ വലിയ ഇതാണ്. നന്ദികേട്. എന്തോ നന്ദികേടെന്നാ. ഈ ഫിറോസ് കുന്നംപറമ്പിന്റെ ഒരു വീഡിയോ എനിക്ക് ഇന്നലെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇതിനെ മെൻഷൻ ചെയ്തൊരു വീഡിയോ ഇടണമെന്ന്. തൽക്കാലം എന്തായാലും ഞാൻ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അതും കൂടെ നീ ഒന്ന് കേട്ട് നോക്ക്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് രേണു എന്ന് പറയുന്ന ആ ലേഡിയും അവരുടെ ഫാദറും കൂടെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് എടുത്ത് തരാം. ആ റീൽസിനകത്ത് വ്യക്തമായിട്ട് അവരുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ വീട് പണിഞ്ഞ സമയത്തുള്ള പോരായ്മകൾ വൺ ബൈ വൺ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ മതിലിന്റെ പൊട്ടലുകളെല്ലാം എടുത്ത് കാണിക്കുന്ന വീഡിയോയുടെ അടിയിൽ ഞാൻ കോമൺ ആയിട്ട് പോസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. പലരും വന്നിട്ട് അവരെ ചീത്ത വിളിക്കുന്നതിന്റെ അടിയിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കോമൺ ആയിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2023 ഈ പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്കിലെ പലതരത്തിലുള്ള പോസ്റ്റുകൾ കണ്ട് ആണ് നമ്മൾ ഈ വീട് പണി ഈ പുള്ളിയെ ഏൽപ്പിക്കുന്നത്. ഒരു സമയത്ത് ഷാർജയിൽ വന്ന സമയത്ത് ഡയറക്റ്റ് വിളിച്ച് ആണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പുള്ളി സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു ജനുവരിയിൽ. വന്നതിന് ശേഷം ഉള്ള ഓരോ സ്റ്റെപ്പുകളും വൺ ബൈ വൺ ആയിട്ട് എല്ലാം സ്ക്രീൻഷോട്ടുകളും സ്ക്രീനുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒരു പ്രൂഫ് ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾക്കുള്ള പേയ്മെന്റ് ആദ്യത്തെ 10% അയാളുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ അയാളുടെ പേരിലേക്കാണ് ചെക്ക് മാറിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇയാൾ ഏൽപ്പിക്കപ്പെട്ട സബ് കോൺട്രാക്ടറായ മനോജ് എന്ന് പറയുന്ന വ്യക്തി വെൺമണിയിലുള്ളതാണ്. അവന്റെ ഭാര്യയുടെയും അമ്മയാണോ അമ്മായിമാണോ എന്നറിയില്ല. അവരുടെ 2 പേരുടെയും പേരിലേക്കാണ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് മൊത്തം. അപ്പോൾ അതിനകത്തെല്ലാം ഈ പറയുന്ന ഫിറോസിന്റെ പേര് റിമാർക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ KHD എന്നും മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇയാൾക്ക് സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട് പണി തീർന്ന സമയത്ത് ഇയാൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പോവുകയാണ് ചെയ്തത്. അയാൾ തന്നിരിക്കുന്ന കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടും പലതവണ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു പോയി പണി തുടങ്ങാതെ പലതവണ മുന്നോട്ട് നീട്ടി വെച്ച സമയത്ത് ഞാൻ പലതവണ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കോൺട്രാക്ട് എന്നുള്ളതല്ല അയാൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പേരിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തെറ്റാണ്. അയാൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഒരെണ്ണവും മാർക്കറ്റ് വിലയിൽ നമുക്ക് ലഭ്യമല്ല. അതിനേക്കാൾ മുകളിലുള്ള വില കൊടുത്ത് വേണമായിരുന്നു എനിക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത്. അതിൽ കമ്മീഷൻ അടിക്കാനാണ് അയാൾ ശ്രമിച്ചത്. അതുകൊണ്ട് അത് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് വൈഫ് ഓരോ ഏരിയകളിലും പോയി ടൈൽസ് ആയാലും ഡോർ ആയാലും അതേപോലെ തന്നെ മറ്റുള്ള ഓടാണെങ്കിലും മിക്ക മെറ്റീരിയലുകളും പുള്ളിക്കാരത്തിൽ തന്നെ ഞാൻ ഇവിടുന്ന് കൊടുത്ത നിർദ്ദേശങ്ങളും അനുസരിച്ച് ഓരോ ഷോപ്പുകൾ കയറി ഇറങ്ങിയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങൾക്ക് നല്ല സർവീസ് തരുന്ന നല്ല പ്രൈസിൽ തരാൻ പറ്റുന്ന ഷോപ്പുകളിൽ കയറി ഇറങ്ങിയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവർ ബില്ല് പേ ചെയ്തേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ അത് ചെയ്ത് തീർത്തത്. അപ്പോൾ പണി നീണ്ടു പോകുന്നത് കൊണ്ട് 9 മാസം എന്ന് പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയത്. 2024 ഒക്ടോബർ 30 ഞങ്ങൾ ചവിട്ടി ഇറക്കി കളയുകയാണ് ചെയ്തിരുന്നത്. അന്ന് തന്നെ ഇയാളുമായിട്ട് പല രീതിയിലുള്ള വാട്സപ്പ് വഴിയുള്ള മെസ്സേജിങ്ങൾ വളരെ മോശം രീതിയിൽ അയാളുടെ ഓഫീസ് സ്റ്റാഫിനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ പാടില്ല, അവിടെ നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഭീഷണിപ്പെടുത്തൽ മെസ്സേജുകൾ ഒരുപാട് വന്നിരുന്നു അയാളുടെ സൈഡിൽ നിന്ന്. അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു വാട്സപ്പ്. കഴിഞ്ഞ ദിവസം എവിടെയോ എന്റെ മെസ്സേജ് കണ്ടതിന്റെ പുറത്ത് എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്താൻ വേണ്ടി അയാൾ അൺബ്ലോക്ക് ചെയ്തിരിക്കുക. അയാൾ ബ്ലോക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ഇവിടെ അയാളെ ബ്ലോക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ജനുവരിയിൽ നാട്ടിലുള്ള സമയത്ത് ഏതോ ഒരു ഗ്രൂപ്പിൽ ഞാൻ വീണ്ടും ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ളവർക്ക് പണി കൊടുക്കരുത്, അതല്ല ജെനുവിനായിട്ടുള്ള പണി, നിങ്ങൾ അങ്ങനെയുള്ള കൊടുക്കുകയാണെങ്കിൽ അയാളുടെ വർക്ക് പോയി കണ്ട് ചെയ്യണം, ഫേസ്ബുക്കിൽ തള്ളലുകളായിട്ടുള്ളവർക്ക് കൊടുക്കരുത് എന്നൊരു കമന്റ് കണ്ടിട്ട് അയാൾ എന്റെ വൈഫിന്റെ വാട്സപ്പിലേക്ക് ഒരു തവണ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അയാൾ അയച്ചിരുന്നു. ആ അയച്ച മെസ്സേജ് ഞാനാണ് കാണുന്നത്. വൈഫ് അത് പ്ലേ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സമ്മതിക്കാതെ എന്റെ വാട്സപ്പ് ഓൺ ആക്കിക്കൊണ്ട് അത് പ്ലേ ചെയ്തു. അതിൽ വളരെ അയാൾ പലതവണ എന്നെ ഡാഷ് മോനെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചിട്ട് വൈഫിന്റെ അടുത്താണ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്തിൽ എനിക്ക് വന്നിരിക്കുന്നത്. അയാൾ വന്നിട്ട് എന്റെ പള്ളിക്ക് കത്തി കയറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. പത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്ത് എന്റെ ലാപ്ടോപ്പിലും മിക്കവാറുള്ള എല്ലാം ഞാൻ സൂക്ഷിക്കുന്ന സംവിധാനങ്ങളെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ലീഗലായിട്ട് പോകുന്നില്ല. അയാൾക്ക് ദൈവമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന 2 വീക്സ് കൊണ്ട് അയാൾ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ദൈവമായിട്ട് അയാൾക്ക് പല രീതിയിൽ പണികൾ കൊടുക്കുന്നുണ്ട്. നിലവിൽ പല വീട് പണിഞ്ഞവരെയും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന GST എന്ന പേരിലാണ്. GST അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ GST ഇമ്പോസ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന കമ്മീഷൻ അടിക്കാനുള്ള ഒരു സംവിധാനം എന്ന് മനസ്സിലാക്കിയാണ് അയാളുടെ ആദ്യം ഞാൻ പർച്ചേസ് ചെയ്യുന്ന സാനിറ്ററി ഐറ്റംസ് എന്നെ നിർബന്ധിച്ചുകൊണ്ട് പൈസകൾ കൊടുത്തിരുന്നു. അഡ്വാൻസ് ആയിട്ട് നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ സാധനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പൈസയ്ക്ക് ഒരു സാനിറ്ററി ഐറ്റംസും ആ കടയിലില്ല. അതിൽ നിന്നെല്ലാം 10, 20, 100 രൂപ ഡിഫറൻസ് ആയിട്ടുള്ള വിലയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷോപ്പുകാരൻ നമ്മുടെ സ്വന്തം പേരിലുള്ള ഷോപ്പാണ്, അവിടെയുള്ള ഏതോ ഒരു ഹൈപ്പർ ടെക് എന്നോ അങ്ങനെയാണ് പേരിലാണ് അവൻ സാനിറ്ററി ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവന്റെ തന്നെ ബിനാമിയായിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫിറോസ് എന്ന് പറയുന്ന ആൾ എനിക്ക് തന്നിരിക്കുന്ന കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കുന്ന പ്രൈസിലുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എനിക്ക് വേണ്ടത്. അതിൽ നിന്ന് 5 പൈസ ഞാൻ കൂട്ടി തരത്തില്ല. എനിക്ക് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് കുറെ ഡിസ്കൗണ്ട് ചെയ്ത് ഏകദേശം 13,000 രൂപ എന്നിട്ട് വാങ്ങിക്കാൻ അധികമായിട്ട് തിന്നു. രേണുസുതിയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല. പിന്നെ അവൾ പറയുന്നത് ആ ഒരു ശൈലിയിൽ ഒരു ചെറിയ പോരായ്മയുണ്ട്. അത് ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം അത് അവരുടെ രക്തത്തിലുള്ളതാണ്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനും ഇത് കണക്കാണ്. ആരോട് സംസാരിച്ചാലും എടുത്തടിച്ച കണക്കാണ് സംസാരിക്കുന്നത്. ഒരു സോഫ്റ്റ്നെസ് ഇല്ലെന്നൊക്കെ പറയുന്നത്. പക്ഷേ സ്നേഹത്തോടെ സംസാരിച്ചാലും നമ്മുടെ വോയിസ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള ഒരു ഇത്. അപ്പം ദാനം കിട്ടിയിട്ട് നന്ദികേട് കാണിച്ച് നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നീ പറയുന്നത്? നീ പറയണോ? ഇത്രയും കിടന്ന് ഘോരം കിടന്ന് നിന്റെ സത്യം പറഞ്ഞാൽ എന്ത് ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിന്റെ വീഡിയോ കാണുമ്പോൾ അത് ഞാനങ്ങനെ കാണത്തൊന്നുമില്ല നിന്റെ വീഡിയോ. ഇപ്പോൾ ഓരോരുത്തരും എനിക്ക് ലിങ്ക് ഇട്ട് തന്നിട്ട് പറഞ്ഞ ചേച്ചി ഇതിനൊന്ന് മെൻഷൻ ചെയ്ത് ഒരു റിയാക്ഷൻ വീഡിയോ ഇട് എന്ന് പറയുമ്പോഴാണ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ എനിക്കൊന്ന് കാലിൻ്റെ തള്ളവരലിന്നേ കയറും പെരുപ്പ്. നിന്റെ എത്രയോ മാന്യമായ വ്ളോഗർമാരുണ്ടോ? എത്ര മാന്യത അന്തസ്സുള്ള വ്ളോഗർമാരുണ്ട് പുറത്ത്. അവരെയൊക്കെ ഒന്ന് കണ്ടുപടി. അവരിടുന്ന വീഡിയോസൊക്കെ താനൊന്ന് കാണും. ഇത് മാത്രമല്ല, താൻ കൊണ്ട് ഈ വീഡിയോ എടുത്തിട്ട് താൻ അത് റിപ്പീറ്റ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് കാണും.
തനിക്കത് നല്ലതായിട്ട് തോന്നിയെങ്കിൽ ശരി താൻ ഇട്ടോ. പക്ഷെ എന്തൊരു ഭയങ്കര ഇറിറ്റേഷനാണ്. ഭയങ്കര ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുപ്പിൻ്റെ അങ്ങേ അറ്റമാണ് നിന്റെ വീഡിയോ കാണുമ്പോൾ. ഓ എൻ്റെ പൊന്നോ, ഇപ്പം രേണുസുതി ഇപ്പം നീ ടാഗ് ഇടുന്ന എന്തുവാ, ഹാഷ് ഇടുന്ന എന്തുവാ, രേണുസുതി ബിഗ് ബോസ്. നിനക്ക് ഇട്ടാലേ അത് റീച്ച് ആവും. ആ രേണുസുതി വേണം നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ. അപ്പം ആ ഇറച്ചി തീറ്റി കുറച്ച് കുറ. ഇറച്ചി തീറ്റി, അതായത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇറച്ചി തീറ്റി നീ കുറച്ചങ്ങ് കുറയടാ. വലിയൊരു ഇറച്ചിന്ന് നീ പൊണ്ണത്തട്ടിനാവാതാ. വീട്ടുകാർക്ക് ചിലവിനും കൊടുത്താൽ അത് ദഹിക്കത്തില്ല, ശരീരത്തിൽ ദഹിക്കത്തില്ല. കുറച്ച് നന്മയും കൂടെ ഒക്കെ ചെയ്യും കൂട്ടത്തി. നീ ഒരു 150 പോക്കൃത്തരവും കാണിച്ചിട്ട് ഒരു 5% നല്ലത് ചെയ്യും. അത് നമുക്ക് അംഗീകരിച്ചു തരാം. നീ ഇപ്പം എന്താ പറഞ്ഞാലും ഏത് തരം നിനക്ക് ഇപ്പോൾ ഈ റീച്ച് എന്ന് പറഞ്ഞ സാമാനം ഇപ്പോൾ ഉണ്ടാക്കിയാലും അത് കഴിക്കാനുള്ള യോഗം കൂടി വേണം. അപ്പോൾ നമ്മൾ മുൻനിർത്തി സംസാരിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ? ദൈവം എന്ന് പറയുന്ന ഒരാളാണ്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് മുൻനിർത്തിയിട്ട് വേണം നീ ഓരോ സാധനങ്ങളും ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. കേട്ടോ? ബിഗ് ബോസിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോൾ രേണു ബിഗ് ബോസിൽ എന്റെ പേരിനെ കാട്ടി അപ്പാനിഷത്ത് ബിഗ് ബോസിലേക്ക്. അവൾക്ക് എന്ത് യോഗ്യതയാണ്, അവൾക്ക് എന്ത് അർഹതയാണ്? അപ്പാനിഷത്ത് പറഞ്ഞെന്ന് അവൾ അംഗീകരിക്കുന്നത്. അവൻ്റെ അംഗീകാരം കിട്ടാൻ ആർക്ക് വേണം? അവനെ തന്നെ ആരും അംഗീകരിച്ചിട്ടില്ല. പിന്നെ അവൻ്റെ അംഗീകാരത്തിന് രേണുസുതി കാത്തിരിക്കേണ്ടുന്നത് വേണ്ടടേ. ഞങ്ങൾക്കൊരു അംഗീകാരം വേണ്ട. ഈ പറഞ്ഞ കണക്ക് ഒറ്റയ്ക്ക് പടവെട്ടി വന്നവളാ. അത് കണ്ണറിഞ്ഞ് തുറക്കുന്നതിന് അമ്പച്ചി ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ മഹാ റിയാലിറ്റി ഷോയിൽ അവൾ പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വിജയം തന്നെ. അതിന് പിന്നിൽ അതിശക്തമായ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരങ്ങളുള്ളത് കൊണ്ട് തന്നെ. ദൈവത്തിനെ കാട്ടി വലിയവരൊന്നും ഈ ഭൂമിയിൽ ആരും ഇല്ലല്ലോ വെല്ലുവിളിക്കാൻ. നീയൊക്കെ വെല്ലുവിളിക്കടാ. നിനക്കുള്ള ശിക്ഷ എന്ന 2 അക്ഷരം വരാൻ അധിക താമസമില്ല. ഓക്കെ? പിന്നെ നിനക്ക് കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ നീ അല്ലേ പറഞ്ഞത് രേണുവിൻ്റെ ചേച്ചി നിന്നെ ചന്നോട് ചാറ്റി നിനക്ക് കൊളാബ് ചെയ്ത് നിനക്ക് വീഡിയോ കോൾ വിളിച്ചെന്നൊക്കെ. അതല്ലാതെ തെളിയിക്കാനാണ് അവർ കേസ് കൊടുത്തത്. അതല്ലാതെ തെളിഞ്ഞല്ലോ. എന്നിട്ട് നീ പറഞ്ഞാൽ നീ വലിച്ചു കീറുന്നു. ഒരു കീറലും ഇല്ല, ഒരു വലിച്ചു കീറലും ഇല്ല. നീ അങ്ങ് കുറച്ചങ്ങ് ഒതുങ്ങും. ദൈവത്തിൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല മോനെ. നീ അത് മനസ്സിലാക്കി. ഞാൻ വീണ്ടും പറയുവാണ്, നീ ഇത് എഴുതി വെച്ചോ. നിനക്കുള്ള ശിക്ഷ ഉടനെ ദൈവം തന്നിരിക്കും. ഒരു പരിധിയുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്നുണ്ട്, എല്ലാവരും വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. എൻ്റെ പൊന്നോ, എടാ നീ ഇടുന്ന വീഡിയോ നീ തന്നെ എടുത്ത് നിന്ന് റിപ്പീറ്റ് അടിച്ച് കാണും. അത്രയ്ക്ക് ഇറിറ്റേഷനാണ്. നീ എന്തൊക്കെ കിടന്ന് കാണിക്കാൻ പറയുകയും ചെയ്യുന്നത്, ആൾക്കാർക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്തതാ നീ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തിനാ ഇങ്ങനെ ഇറച്ചി കൊത്തിപ്പറിച്ച് നിനക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എടുത്തിട്ട് ചെയ്യ്. റീച്ച് മാത്രം നോക്കി ഉണ്ടാക്കാൻ നിൽക്കല്ലേ മോനെ. ആ റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാനുള്ള യോഗം കൂടി ദൈവം തരണം. ഞാൻ വീണ്ടും ഞാൻ പറയുക, നിനക്കുള്ള പണി ദൈവം തന്നിരിക്കും, അതും ഉടനെ. നീ കണ്ടോ? ഇങ്ങനെ എന്തുവാ ഇത്? ഒരു മര്യാദ വേണ്ടേ? ഒരു പെണ്ണിനെ ഇങ്ങനെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് അവളെ എടുത്തിട്ട് വീടെന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യം തന്നെയാണ്. അതിലൊരു കംപ്ലൈൻറ്റ് വന്നാൽ വെച്ച ആളെടുത്തല്ലേ പറയേണ്ടത്. അതെങ്ങനെ നന്ദി കേടാവും എന്നാണ് പറയുന്നത്. 2-3 പ്രാവശ്യം ഇവരത് പറഞ്ഞു ചോരുന്ന കാര്യം. ഇപ്പം ഈ 2500 ഉലുവയുള്ളായിരുന്ന ചോർച്ച അടയ്ക്കാമെന്ന് ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ആദ്യം അത് ചെയ്ത് കൊടുത്തില്ല? അപ്പം എല്ലാം പറയണം മക്കളെ. ചുമ്മാ ഒരെണ്ണം മാത്രം എടുത്തിട്ട് വാലാട്ടിക്കൊണ്ട് നടന്ന കാര്യമില്ല. എല്ലാം പറയണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ്. അതായത് നമുക്കൊരു വീട് ഒരു രീതിയിലാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് നമുക്ക് അത് വളരെ ദൈവാനുഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് 24 hours ദാനം കിട്ടിയ മുതലൊന്നും ആട്ടി കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മളെയായി. പിന്നെ അതിൻ്റെ പുറവിലിങ്ങനെ നടന്നുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാന്യമായ രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞ് അവരത് കേൾക്കാഞ്ഞിട്ടാണ് അത് ഇത്ര പുറത്ത് സ്പ്രെഡായത്. ഓക്കെ? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് എനിക്ക് അത്യാവശ്യമാണ്, നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഓക്കെ? അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ്.